ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. ഇന്ത്യൻ നാവികസേന ലോകത്തിലെ തന്നെ പ്രധാന ശക്തികളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികസേനയുടെ യുദ്ധക്കപ്പലുകളായ INS സൂരത്, INS നീൽഗിരി, INS വാക്ഷീർ, അന്തർവാഹിനി എന്നിവ മുംബൈയിൽ കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതാദ്യമായാണ് നാവികസേനയുടെ 3 കപ്പലുകൾ ഒന്നിച്ച് കമ്മീഷൻ ചെയ്യുന്നത്. കപ്പൽ നിർമ്മാണ വ്യവസായ രംഗത്തെ രാജ്യത്തിന്റെ പുരോഗതി ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ കർണാടക സന്ദർശിക്കും. ഏകദിന സന്ദർശനത്തിനെത്തുന്ന ഉപരാഷ്ട്രപതി ധാർവാഡിലെ കാർഷിക കോളേജിലെ അമൃത് മഹോത്സവത്തിന്റെയും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെയും ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. കർണാടകയിലെ ഹുബള്ളിയിലെ വരൂരിലുള്ള ശ്രീ നവഗ്രഹ തീർത്ഥക്ഷേത്രത്തിൽ സുമേരു പർവ്വത ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 19-ന് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 17 വരെ പങ്കുവയ്ക്കാവുന്നതാണ്. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ മറ്റന്നാൾ തുടക്കമാകും. ഫെബ്രുവരി 7-നാണ് സംസ്ഥാന ബജറ്റ്. ഈ മാസം 17 മുതൽ മാർച്ച് 28 വരെയുള്ള കാലയളവിൽ 27 ദിവസമായിരിക്കും സഭ ചേരുക. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ ജനുവരി 20 മുതൽ 22 വരെയും സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ച ഫെബ്രുവരി 10 മുതൽ 12 വരെയും നടക്കുമെന്ന് സ്പീക്കർ AN ഷംസീർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ വനഭേദഗതി ബിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് 1972 കേന്ദ്ര നിയമമാണ്. അതുകൊണ്ടുതന്നെ ജനങ്ങളുടെ ആശങ്ക കണക്കിലെടുത്ത് വന്യജീവി സംരക്ഷണ നിയമത്തിലെ കർശന നിയന്ത്രണങ്ങളും നടപടിക്രമങ്ങളും ലഘൂകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UGC അടുത്തിടെ പുറത്തിറക്കിയ കരട് ചട്ടങ്ങൾ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിപൂർണമായും ഇല്ലാതാക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. കരടിലെ പല നിർദ്ദേശങ്ങളും ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധവും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളുടെ ലംഘനവുമാണെന്ന് അദ്ദേഹം വിമർശിച്ചു. UGC കരട് ചട്ടങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം വ്യക്തമാക്കി. 2024 പൊതു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് മെറ്റ. കോവിഡ് മഹാമാരി കൈകാര്യം ചെയ്യുന്നതിൽ വന്ന പിഴവാണ് ഇന്ത്യയിൽ ഭരണത്തിലിരുന്ന സർക്കാർ പരാജയപ്പെടാൻ കാരണമെന്നാണ് മെറ്റ CEO മാർക്ക് സക്കർബർഗ് നടത്തിയ പരാമർശം. ഇത് അശ്രദ്ധ മൂലമുണ്ടായ തെറ്റാണെന്നാണ് മെറ്റ അറിയിച്ചത്. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് നാളെ കൊച്ചിയിലെത്തും. വിദേശകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന കൊച്ചി ഡയലോഗ് 2025 അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച് വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന കൊച്ചി ഡയലോഗ് 2025ന്റെ ആദ്യ പതിപ്പാണ് നാളെയും മറ്റന്നാളുമായി നടക്കുന്നത്. ഇന്ത്യ GCC ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ പരിപാടിയിൽ നടക്കും. കൊച്ചി മെട്രോ ഇന്ന് രാജ്യത്തിന്റെ അഭിമാനകരമായ പദ്ധതിയായി മാറിയതായും പ്രവർത്തന ലാഭമുണ്ടാക്കുന്ന ഒരു സ്ഥാപനമായി കൊച്ചി മെട്രോയ്ക്ക് മാറാൻ കഴിഞ്ഞത് അഭിമാനകരമാണെന്നും മന്ത്രി P. രാജീവ്. കൊച്ചി മെട്രോ ഇലക്ട്രിക് ബസ് സർവീസ് കളമശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയർലൻഡിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഏകപക്ഷീയമായി സ്വന്തമാക്കി ഇന്ത്യ. ഇന്ന് നടന്ന 3ാം മത്സരത്തിൽ 304 റൺസിന്റെ വിജയമാണ് ഇന്ത്യ നേടിയത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 435 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ അയർലൻഡിന് 31.4 ഓവറിൽ 131 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഇന്ത്യയ്ക്കായിരുന്നു ജയം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ അനുപമ ഉപാധ്യായ പ്രീ ക്വാർട്ടറിൽ കടന്നു. ആദ്യ റൌണ്ടിൽ രക്ഷിത രാംരാജിനെയാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ ലക്ഷ്യ സെൻ, പ്രിയാൻഷു രജാവത്, HS പ്രണോയ് എന്നിവർ ആദ്യ റൌണ്ടിൽ പരാജയപ്പെട്ട് പുറത്തായി. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരളയ്ക്ക് 2ാം സമനില. ബംഗളൂരുവിൽ നടന്ന കിക്ക് സ്റ്റാർട്ട് FCക്കെതിരെയുള്ള മത്സരമാണ് 1-1 എന്ന ഗോൾ നിലയിൽ സമനിലയിലായത്. ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന ആറാലമ്മൂട് സ്വദേശിയുടെ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിനെ അസ്വാഭാവിക മരണമായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ എന്ന് ഹൈക്കോടതി. നെയ്യാറ്റിൻകര സമാധി വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിലവിൽ ഇടപെടാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.